നമസ്കാരം. ഇന്നത്തെ ദീർഘ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ സമീപകാല റാലിയെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളെക്കുറിച്ചുള്ള വാർത്തയോടെയാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. തുടർന്ന് യുഎസ്-സിറിയ ബന്ധത്തിലെ സുപ്രധാനമായ മാറ്റങ്ങളും ഇറാനും വാഷിംഗ്ടണും തമ്മിൽ രൂക്ഷമാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. പൂനെയിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ റാലിയുടേതെന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ട ഈ ദൃശ്യങ്ങൾ മഹാരാഷ്ട്രയിലെ റാലിയുടേതല്ല. ബൂം ലൈവ് ഷോയുടെ നടത്തിയ അന്വേഷണത്തിൽ ഈ വീഡിയോ 2026 ജൂലൈ 1 മെക്സിക്കോ സിറ്റിയിലെ സൊക്കാലോ സ്ക്വയറിൽ നടന്ന ഫിഫ് ലോകകപ്പ് ആഘോഷങ്ങളുടേതാണെന്ന് വ്യക്തമായി. ഈ ദൃശ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ പൂനെ സന്ദർശനവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ബൂം ലൈവ് സ്ഥിരീകരിക്കുന്നു. പഴയതോ അല്ലാത്തതോ ആയ ദൃശ്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിലെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുൻപ് അവയുടെ ആധികാരികത പരിശോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. വീഡിയോയിലെ കെട്ടിടങ്ങളും ജനക്കൂട്ടത്തിന്റെ പെരുമാറ്റവും പരിശോധിച്ചതിൽ നിന്ന് ഇത് ഫുട്ബോൾ ആരാധകരുടെ ആഘോഷമാണെന്ന് ഫാക്ട് ചെക്കർമാർ തെളിയിച്ചു. ദൃശ്യങ്ങൾ മെക്സിക്കോയിലേതാണെന്നും അത് പൂനെയിലേതാണെന്ന വാദം തെറ്റാണെന്നും തടേത സ്ഥിരീകരിക്കുന്നു. ഗൾഫ് സഹകരണ കൗൺസിൽ ജിസിസി സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി റിയാദിൽ വെച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സിലെ മെഡിറ്ററേനിയൻ, മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക പ്രോഗ്രാം മേധാവി ഡോ. മരിയ ലൂയിസയുമായി തിങ്കളാഴ്ച ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തി. ഖത്തർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ജിസിസിയും റോം ആസ്ഥാനമായുള്ള ഈ ഗവേഷണ സ്ഥാപനവും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ചർച്ച നടന്നത്. മേഖലയിലെ സുരക്ഷ, സാമ്പത്തിക വികസനം, മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾ എന്നിവയ്ക്ക് കൂടിക്കാഴ്ചയിൽ പ്രത്യേക ഊന്നൽ നൽകി. നിലവിലെ അന്താരാഷ്ട്ര സംഭവവികാസങ്ങൾ വിലയിരുത്തിയ ഇരുപക്ഷവും സഹകരണ ഗവേഷണങ്ങൾക്കും നയപരമായ വിശകലനങ്ങൾക്കും സാധ്യമായ വഴികൾ ആരാഞ്ഞു. ഗൾഫ് മേഖല നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ ക്രിയാത്മകമായ ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോള ചിന്താകേന്ദ്രങ്ങളുമായുള്ള അനദർ സഹകരണം അനിവാര്യമാണെന്ന് അൽ ബുദൈവി ചൂണ്ടിക്കാട്ടി. മേഖലയിലെ സ്ഥിരത നിലനിർത്തുന്നതിൽ ജിസി വഹിക്കുന്ന പങ്കിനെ ഡോ. ലൂയിസ് അഭിനന്ദിക്കുകയും ഗൾഫ് സ്ഥാപനങ്ങളുമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം എടുത്തുപറയുകയും ചെയ്തു. മെഡിറ്ററേനിയൻ മേഖലയിലെയും വിശാലമായ മിഡിൽ ഈസ്റ്റിലെയും സങ്കീർണമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി വിവരങ്ങൾ കൈമാറാനും ഭാവിയിലെ അക്കാദമിക് സംരംഭങ്ങളിൽ ഏകോപിപ്പിക്കാനും തീരുമാനിച്ചതോടെയാണ് കൂടിക്കാഴ്ച സമാപിച്ചത്. പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര നയരൂപീകരണ സംഘടനകളുമായുള്ള നയതന്ത്ര ബന്ധവും അക്കാദമിക് സഹകരണവും വർദ്ധിപ്പിക്കുന്നതിനായി ജിസി ആവിഷ്കരിച്ച വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ കൂടിക്കാഴ്ചയെന്ന് ജർഹത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. വരാനിരിക്കുന്ന 20ാമത് ഏഷ്യൻ ഗെയിംസിനും 5ാമത് ഏഷ്യൻ പാരാ ഗെയിംസിനും തയ്യാറെടുക്കുന്ന കുവൈറ്റ് കായിക താരങ്ങൾക്ക് ഔദ്യോഗിക പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കുവൈറ്റിലെ ജപ്പാൻ എംബസി അംബാസഡറുടെ വസതിയിൽ പ്രത്യേക സ്വീകരണം സംഘടിപ്പിച്ചു. അറബ് ടൈംസ് കുവൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കായികരംഗത്തിലൂടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വരാനിരിക്കുന്ന കായിക മാമാങ്കങ്ങൾക്കായി തയ്യാറെടുക്കുന്ന കുവൈറ്റ് സംഘത്തിന് ആത്മവിശ്വാസം പകരുന്നതിനുമാണ് ഈ പരിപാടി വേദിയൊരുക്കിയത്. ഏഷ്യൻ ഗെയിംസ് പ്രാദേശിക സഹകരണത്തിനും സാംസ്കാരിക വിനിമയത്തിനും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് നയതന്ത്ര പ്രതിനിധികൾ ചടങ്ങിൽ എടുത്തുപറഞ്ഞു. വിവിധ കായിക ഉദ്യോഗസ്ഥരും കുവൈറ്റ് കായിക മേഖലയിലെ പ്രമുഖരും പങ്കെടുത്ത ഈ ചടങ്ങ് വരാനിരിക്കുന്ന മത്സരങ്ങളെക്കുറിച്ചുള്ള സഹകരണ മനോഭാവം വിളിച്ചോതുന്നതായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന കുവൈറ്റ് ടീമുകൾക്ക് ഈ ഏഷ്യൻ ഗെയിംസ് ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. ജപ്പാനും കുവൈറ്റും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് വ്യക്തമാക്കിയ ജപ്പാൻ മിഷൻ കുവൈറ്റ് സംഘത്തിന്റെ വിജയത്തിനായി എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള അവസാനഘട്ട പരിശീലനത്തിനായി കായിക താരങ്ങൾ വരും ആഴ്ചകളിൽ തന്നെ ആതിഥേയ രാജ്യത്തേക്ക് തിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഖത്തറിന് വേണ്ടി റിപ്പോർട്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ വാഷിംഗ്ടൺ പ്രഖ്യാപിച്ച ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധത്തെ നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന് ടെഹ്റാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇറാനിയൻ സമ്പദ്വ്യവസ്ഥയിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പുതിയ ഉപരോധങ്ങളെ സാമ്പത്തിക ഡിഡേ എന്നാണ് അമേരിക്കൻ ഭരണകൂടം വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ നടപടികളുടെ ആഘാതം കുറയ്ക്കാനും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനും സമഗ്രമായ തന്ത്രങ്ങൾ തങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ഇറാനിയൻ അധികൃതർ വ്യക്തമാക്കി. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പ്രധാനപ്പെട്ട മേഖലകളെ വിദേശ സാമ്പത്തിക നിയന്ത്രണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി വ്യാപാര പങ്കാളിത്തം വൈവിധ്യവത്കരിക്കാനും ആഭ്യന്തര ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും ഇറാൻ സർക്കാർ ശ്രമിച്ചുവരികയാണ്. ഇറാനിയൻ ബാങ്കിംഗ് സംവിധാനത്തെ ഒറ്റപ്പെടുത്താനും എണ്ണ കയറ്റുമതി പരിമിതപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ഉപരോധങ്ങളെങ്കിലും
നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ടെഹ്റാനിലെ നേതൃത്വം. പരമ്പരാഗത സാമ്പത്തിക മാർഗങ്ങളെ മറികടന്നുകൊണ്ട് ഇതര കയറ്റുമതിയിലും പ്രാദേശിക സാമ്പത്തിക സഹകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിരോധ നടപടികൾ ഇതിനകം തന്നെ നടപ്പിലാക്കി തുടങ്ങിയതായി സർക്കാർ അറിയിച്ചു. അന്താരാഷ്ട്ര സമൂഹം ഈ സാഹചര്യം നിരീക്ഷിക്കുമ്പോൾ ഈ പ്രതിരോധ തന്ത്രങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് ആഗോള വിപണികൾ ഉറ്റുനോക്കുകയാണ്. ഇറാൻ സ്വീകരിക്കുന്ന നടപടികളുടെ വിജയം മേഖലയിലെയും പുറത്തെയും പ്രധാന വ്യാപാര പങ്കാളികളുടെ തുടർച്ചയായ സഹകരണത്തെ ആശ്രയിച്ചിരിക്കുമെന്ന് ബിബിസിയും അൽ ജസീറയും ചൂണ്ടിക്കാട്ടുന്നു. തെക്കൻ ഫ്രാൻസിൽ ശക്തമായ ചുഴലിക്കാറ്റ് വീശിയടിച്ചു. അപകടത്തിൽ 40-ലധികം പേർക്ക് പരിക്കേറ്റതായും നിരവധി ഗ്രാമങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും ജനവാസ മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കാനും അടിയന്തര സേനാവിഭാഗങ്ങൾ സ്ഥലത്ത് ഊർജിതമായി പ്രവർത്തിച്ചു വരികയാണ്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അപ്രതീക്ഷിതമായി ഉണ്ടായ ചുഴലിക്കാറ്റിൽ വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോകുകയും മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു. തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ രക്ഷാപ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി സംബന്ധിച്ച കണക്കെടുപ്പ് തുടരുകയാണെങ്കിലും പരിക്കേറ്റവരിൽ ഭൂരിഭാഗം പേരുടെയും നില ഗുരുതരമല്ലെന്ന് അധികൃതർ അറിയിച്ചു. എങ്കിലും ചിലർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. ഇത്തരമൊരു തീവ്ര കാലാവസ്ഥാ പ്രതിഭാസം എങ്ങനെ ഉണ്ടായെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പരിശോധിച്ചു വരികയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ പ്രദേശവാസികളോട് വീടിനുള്ളിൽ തന്നെ തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകി. വേണ്ടി റിപ്പോർട്ട്. സിറിയയെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് അമേരിക്ക ഔദ്യോഗികമായി നീക്കം ചെയ്തു. തിങ്കളാഴ്ച മുതലാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. യുഎസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് കൺട്രോൾ പുറത്തിറക്കിയ ഉപരോധ നിയന്ത്രണങ്ങളിലെ പുതിയ അപ്ഡേറ്റിലൂടെയാണ് ഈ സുപ്രധാന നയമാറ്റം സ്ഥിരീകരിച്ചത്. ഗൾഫ് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം സിറിയൻ വിഷയത്തിൽ ദീർഘകാലമായി അമേരിക്ക സ്വീകരിച്ചിരുന്ന നയതന്ത്ര നിലപാടുകളിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണിത്. ഈ പട്ടികയിൽ നിന്ന് സിറിയയെ നീക്കം ചെയ്തെങ്കിലും അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെ സങ്കീർണമായ സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. ഈ മാറ്റം മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങളെയും ദമാസ്കസുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെയും എങ്ങനെ ബാധിക്കുമെന്നത് നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ഈ തീരുമാനത്തിലേക്ക് നയിച്ച ആഭ്യന്തര അവലോകന പ്രക്രിയയെക്കുറിച്ച് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ഡാറ്റാബേസിലെ ഈ മാറ്റം അന്താരാഷ്ട്ര സാമ്പത്തിക നിയമ സ്ഥാപനങ്ങൾക്കുള്ള ഔദ്യോഗിക അറിയിപ്പായി കണക്കാക്കാം. മധ്യേഷ്യയിൽ സഖ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇത് മേഖലയിലെ അമേരിക്കൻ വിദേശനയത്തിൽ വരാനിരിക്കുന്ന കൂടുതൽ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. വാഷിംഗ്ടണും സിറിയൻ സർക്കാരും തമ്മിലുള്ള നയതന്ത്ര ചരിത്രത്തിലെ പുതിയൊരു അധ്യായമാണിതെന്ന് വിലയിരുത്തപ്പെടുമ്പോഴും നിലവിലുള്ള ഉപരോധങ്ങളിൽ ഇത് എന്ത് പ്രായോഗിക മാറ്റമാണ് വരുത്തുകയെന്ന് ആഗോള വ്യാപാര വിദഗ്ധർ പരിശോധിച്ചു വരികയാണ്. വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. ഉക്രൈനിന് തുടർന്നും സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബർണാം വ്യക്തമാക്കി. മോസ്കോയിൽ നിന്നുള്ള മുന്നറിയിപ്പുകളെ അതിരുകടന്ന ഭീഷണി എന്ന് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഉക്രൈൻ സേന റഷ്യൻ ലക്ഷ്യങ്ങൾക്കെതിരെ ബ്രിട്ടൻ നൽകിയ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ക്രെംലിൻ ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സംവിധാനങ്ങളുടെ ഉപയോഗം സംഘർഷം നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചുവെന്നും യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഇടപെടൽ നിർണായകമായ ഒരു പരിധി കടന്നുവെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചതായി ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ തങ്ങളുടെ സഹായം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമാണെന്നും ഉക്രൈനിന്റെ ആത്മരക്ഷയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണെന്നുമാണ് ഡൌണിംഗ് സ്ട്രീറ്റിന്റെ നിലപാട്. ഡ്രോൺ ഉപയോഗത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറായില്ലെങ്കിലും ഉക്രൈനിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ലണ്ടനും മോസ്കോയും തമ്മിലുള്ള വാക്പോർ കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണിതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. നയതന്ത്രപരമായ ഈ പിരിമുറുക്കം യുദ്ധത്തിന്റെ ഗതിയെ എങ്ങനെ ബാധിക്കുമെന്നത് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയാണ്. സുരക്ഷാ സാഹചര്യങ്ങൾ സംബന്ധിച്ച് നാറ്റോ സഖ്യകക്ഷികളുമായി ചേർന്ന് തുടർനടപടികൾ സ്വീകരിക്കുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചു. വേണ്ടി റിപ്പോർട്ട്. ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ലോകത്തെ സ്വാധീനിക്കുന്ന വാർത്തകളുടെ ഈ ആധികാരിക അപ്ഡേറ്റിനായി ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ ഉറപ്പുവരുത്തുന്നത്